ഗുഡ് മോർണിംഗ് ജിൽസി സൈഫു. ഇന്ന് ലോകമാകെ കാത്തിരിക്കുന്നത് ഇസ്രായേലിലേക്കാണ്, അതേപോലെ തന്നെ ഗസയിലേക്കാണ്. ഗസയിൽ നിന്ന് ഈ ബന്ദിമോചനം ഉണ്ടാകുമെന്ന് പറയുമ്പോൾ നമുക്ക് നോക്കുക, കഴിഞ്ഞ 2 വർഷമായി ഹമാസ് അത്ഭുതകരമായി ഒളിപ്പിച്ച ഹമാസിന്റെ ശക്തിയും അതേപോലെ തന്നെ അവരുടെ ശേഷിയും തെളിയിച്ച ഈ ഒരു ഈ സംവിധാനത്തിന്റെ ഏറ്റവും അതിന്റെ മൂർധന്യതയിലേക്ക് കാര്യങ്ങൾ വരുന്ന ഒരു സമയമാണ് ഇനി വരാൻ പോകുന്നത്. എല്ലാ ബന്ദികളെയും ഇപ്പോൾ ഈ തടവിൽ നിന്ന് അല്ലെങ്കിൽ ഈ തണലിൽ നിന്ന് പുറത്തേക്ക് എത്തിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുന്നു. ഇന്നലെ രാത്രി തന്നെ അവർ ആരൊക്കെയാണ് എന്നുള്ള കാര്യം റെഡ് ക്രോസിനെ അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ നടക്കുന്നത് അതീവ സുരക്ഷിതമായും അവരെ പുറത്തേക്ക് എത്തിക്കാനുള്ള സംവിധാനങ്ങളാണ്. റെഡ് ക്രോസിന്റെ പ്രവർത്തകരുമായി ഹമാസ് പ്രവർത്തകർ ആശയവിനിമയങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അടുത്ത 2 മണിക്കൂർ നിർണായകമാണ്. ഈ 2 മണിക്കൂറിനുള്ളിൽ ഇവരെല്ലാവരെയും ഈ 20 പേരെയും ഇസ്രായേലിൽ കൈമാറും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൽ 20 പേരാണ് ജീവിച്ചിരിക്കുന്ന ആളുകൾ. 28 ആളുകൾ അവരുടെ മൃതദേഹം അടുത്ത ദിവസങ്ങളിൽ മാത്രമേ വിട്ടു നൽകൂ എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഈ ഒരു ബന്ദി കൈമാറ്റം ഇസ്രായേലിൽ എത്തുന്നതിന്റെ മുമ്പ്, ബന്ദികൾ ഇസ്രായേലിലേക്ക് എത്തുന്നതിന്റെ 2 മണിക്കൂർ മുമ്പ് റെഡ് ക്രോസ് പ്രവർത്തകർ ഈ വിവരം ഇസ്രായേലിനെ അറിയിക്കും. അപ്പോൾ കഴിഞ്ഞ തവണയൊന്നും ഉണ്ടായതുപോലെയുള്ള വലിയ ആഹ്ലാദ പ്രകടനങ്ങളോ അല്ലെങ്കിൽ സന്തോഷ പ്രകടനങ്ങളോ അല്ലെങ്കിൽ പരേഡുകളോ ഒന്നും ഇല്ലാതെയാകണം ഈ ബന്ദി കൈമാറ്റം എന്ന് ഇസ്രായേൽ നിർബന്ധം പിടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ പ്രക്രിയ ഇല്ലാതെയാകും കൈമാറുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇസ്രായേലിലേക്ക് ഇവരെ എയർലിഫ്റ്റ് ചെയ്യുകയാവും. ഈ റെഡ് ക്രോസ് പ്രവർത്തകർക്ക് ഇത് കിട്ടിക്കഴിഞ്ഞാൽ അതിർത്തിയിലേക്ക് അവരെ കൊണ്ടുവരും. ഇസ്രായേൽ അതിർത്തിയിൽ നിന്ന് അവരെ എയർലിഫ്റ്റ് ചെയ്യുകയാവും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ പ്രാദേശിക സമയം ഒരു 9 മണിയോട് കൂടിയൊക്കെ തന്നെ ഇത് പൂർണ്ണമായും ആളുകൾക്ക് എത്തും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇസ്രായേൽ ആളുകൾ ഇന്നലെ ഉറക്കം വിളച്ച് കാത്തിരിക്കുകയാണ്. പ്രത്യേകിച്ച് ടെൽ അവീവ്, ജെറുസലേം പോലെയൊക്കെയുള്ള നഗരങ്ങളിൽ വലിയ ജനക്കൂട്ടത്തെ നമുക്ക് കാണാമായിരുന്നു. വലിയ ബിഗ് സ്ക്രീനുകൾ അവിടെ ഒരുക്കിയിട്ടുണ്ട് ഈ പ്രക്രിയ എല്ലാം കാണാൻ വേണ്ടി. അപ്പോൾ ആളുകൾക്ക് വിശ്വസിക്കാൻ കഴിയുന്ന പല ആളുകളും മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. എങ്ങനെയാണ് ഇത്രയും കാലങ്ങൾക്ക് ശേഷം ഇവർ തിരിച്ചു വരുന്നത് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല, അവർ ഞങ്ങളുടെ വീട്ടിലെത്തിയാൽ മാത്രമേ അത് വിശ്വസിക്കാൻ കഴിയൂ എന്ന് പറയുന്ന ആളുകൾ. മറുഭാഗത്ത് ഈ ആളുകളെ വിട്ട് നൽകി കഴിഞ്ഞാൽ 1000-ഓളം ഫലസ്തീനി തടവുകാരെയും ഇന്ന് തന്നെ മോചിപ്പിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷെ അത് എത്രത്തോളം ഉണ്ടാകും, അതിൽ ആരൊക്കെ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ തർക്കങ്ങൾ നിലനിൽക്കുകയാണ്. ഇന്നലെ രാത്രി വളരെ വൈകിയതിനു ശേഷം ഇസ്രായേലി ക്യാബിനറ്റിൽ ഒരു വോട്ടെടുപ്പ് നടന്നു. അത് ഫോണിൽ വോട്ടെടുപ്പായിരുന്നു. നേരിട്ട് ചേർന്നിട്ടുള്ള ഫിസിക്കൽ ക്യാബിനറ്റ് അല്ല ചേർന്നത്. ഫോണിൽ ഓരോരുത്തരുടെയും അഭിപ്രായങ്ങൾ തേടിക്കൊണ്ടുള്ള വോട്ടെടുപ്പ് നടന്നു. അവിടെയാണ് അന്തിമ ഫലസ്തീൻ തടവുകാരുടെ ലിസ്റ്റ് തയ്യാറാക്കപ്പെട്ടിട്ടുള്ളത്. മർവാൻ ബർഗൂത്തിയും അഹമ്മദ് സാദാത്തും അടക്കമുള്ള ഇസ്രായേൽ ഒരിക്കലും വിട്ടു നൽകരുത് എന്ന് പറയുന്ന ആളുകൾ കൂടി ആ പ്രിസണേഴ്സ് ലിസ്റ്റിലുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവസാനവട്ട ചേഞ്ച് അതിനു വേണ്ടിയാണ് നടത്തിയത്. അതുണ്ടായാൽ മാത്രമേ ഈ രൂപത്തിൽ ബന്ദി കൈമാറ്റം ഉണ്ടാകൂ എന്ന് ഹമാസ് നിർബന്ധം പിടിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയാണ് എങ്കിൽ മർവാൻ ബർഗൂത്തി അടക്കമുള്ള ആളുകൾ മോചിപ്പിക്കപ്പെടുമോ? മോചിപ്പിക്കപ്പെട്ടു കഴിഞ്ഞാൽ അത് വലിയ ഒരു ചരിത്രമാകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഒരുപക്ഷെ ഫലസ്തീനിന്റെ ഭരണക്രമത്തിൽ വരെ വരാൻ സാധ്യതയുള്ള ഒരു വ്യക്തിത്വമാണ് മർവാൻ ബർഗൂത്തി. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വ്യക്തികൾ ഇപ്പോൾ മോചിപ്പിക്കപ്പെടാൻ പോവുകയാണ് എന്ന പ്രത്യേകത കൂടിയുണ്ട്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയിൽ നിന്നും വാഷിംഗ്ടണിൽ നിന്നും യാത്ര തിരിച്ചു കഴിഞ്ഞു. അദ്ദേഹം ഇപ്പോൾ വിമാനത്തിലാണ്. പ്രാദേശിക സമയം 9:20 ആകുമ്പോഴേക്കും ഡൊണാൾഡ് ട്രംപ് ഇസ്രായേലിൽ പറന്നിറങ്ങും. അപ്പോഴേക്കും ഈ ബന്ദികൾ അവിടെ എത്തിയിട്ടുണ്ടാകും. ഇതൊക്കെയാണ് ഒരു കണക്കുകൂട്ടൽ. അങ്ങനെയാണെങ്കിൽ ആ ബന്ദികളെ ഡൊണാൾഡ് ട്രംപ് കാണുന്നു. ഒരുപക്ഷെ ഇസ്രായേലി പാർലമെന്റായ നെസത്തിൽ സംസാരിക്കുന്നു. അതിനുശേഷമായിരിക്കും കൈറോയിലേക്ക് ഡൊണാൾഡ് ട്രംപ് തിരിക്കുന്നത്. അവിടെ വലിയ ഒരു സമ്മേളനം നടക്കുകയാണ്. ലോകം മുഴുവൻ അവിടേക്ക് എത്തിച്ചേരുകയാണ്. 20ഓളം പ്രമുഖ രാജ്യങ്ങളുടെ നേതാക്കൾ അവിടേക്ക് എത്തുന്നുണ്ട്. അമേരിക്കയോടൊപ്പം തന്നെ UK-യുടെയും ഫ്രാൻസിന്റെയും ഇറ്റലിയുടെയും സ്പെയിനിന്റെയും ജർമ്മനിയുടെയും നേതാക്കൾ, അതോടൊപ്പം UN സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ്, അറബ് നേതാക്കൾ മുഴുവൻ അവിടെ എത്തുന്നുണ്ട്. അവരെല്ലാവരും ചേർന്നുകൊണ്ട് പ്രതീകാത്മകമായിട്ടുള്ള ഒരു ഡീലിന്റെ ഒരു പ്രഖ്യാപനം അവിടെ ഉണ്ടാകും. നമുക്കറിയാം, ഇത് ഒരു തരത്തിൽ ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം പലതരത്തിലുമുള്ള ഒരു പ്രായശ്ചിത്തമാണ്. ഒന്ന്, ഖത്തർ ആക്രമണത്തിന് ഉള്ള ഒരു പ്രായശ്ചിത്തം. അതോടൊപ്പം തന്നെ കഴിഞ്ഞ തവണ അദ്ദേഹം 1ാമത്തെ ടേമിൽ പ്രസിഡന്റ് ആയിരിക്കുന്ന ഘട്ടത്തിലാണ് പശ്ചിമേഷ്യയ്ക്ക് ഒരു സമാധാന പദ്ധതി എന്ന പേരിൽ അബ്രഹാം അക്കോർഡ് പ്രഖ്യാപിക്കുന്നത്. ആ അബ്രഹാം അക്കോർഡ് പ്രഖ്യാപിക്കുന്ന ഘട്ടത്തിൽ അവിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിനെ മാത്രം ക്ഷണിച്ചുകൊണ്ടായിരുന്നു അവിടെ ആ ഒരു പ്രഖ്യാപനം നടത്തിയത്. അതിന്റെ അനുരണനങ്ങളാണ്, അതിന്റെ പ്രത്യാഘാതങ്ങളാണ് ഒക്ടോബർ 7 ആക്രമണത്തിലേക്ക് വരെ നയിച്ചത്. അതായത് ഫലസ്തീൻ പ്രതിനിധാനമില്ലാത്ത, അല്ലെങ്കിൽ അറബ് മുസ്ലിം ലോകത്തിന്റെ ഒരു പ്രതിനിധാനം പോലും ഇല്ലാത്ത അബ്രഹാം അക്കോർഡ്, ആ അബ്രഹാം അക്കോർഡിനെതിരെയുള്ള
ഒരു പോരാട്ടം എന്ന നിലയിൽ തന്നെയാണ് ഒക്ടോബർ 7 ഉണ്ടായത് എന്നുള്ള വ്യാഖ്യാനങ്ങളുണ്ട്. ഇപ്പോൾ ഏതായിരുന്നാലും പലസ്തീൻ അതോറിറ്റി പ്രസിഡന്റിനെങ്കിലും അവിടെ ക്ഷണിക്കുന്നുണ്ട്. അറബ് നേതാക്കൾ എല്ലാവരും ഉണ്ട്. അവിടെ വെച്ചുകൊണ്ട് ഒറ്റകാര്യം കൂടി. അതിനിടെ ഇന്നലെ ഗസയിൽ ഒരു പലസ്തീനിയൻ ജേർണലിസ്റ്റ് കൊല്ലപ്പെട്ടിരിക്കുന്നു, സലാഹ് അലി ജാഫറാവി. അദ്ദേഹം ഒരുപക്ഷെ ഈ ഗസയിൽ 2 വർഷം ഈ വംശഹത്യ നടക്കുന്ന ഘട്ടത്തിൽ അതിന്റെ ചിത്രങ്ങളും വാർത്തകളും എല്ലാം പുറം ലോകത്തെത്തിച്ച ഒരു മാധ്യമപ്രവർത്തകനായിരുന്നു. എങ്ങനെയാണ് ഇദ്ദേഹം കൊല്ലപ്പെട്ടതെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. പലസ്തീനികളെ സംബന്ധിച്ചിടത്തോളം ഈ കൊലപാതകം എത്ര വലിയ ആഘാതമുണ്ടാക്കുന്നതാണ് ഈ സമയം? സൈഫുദ്ദീൻ ജാഫറാവിയെ നമുക്ക് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ 2 വർഷമായി ഈ യുദ്ധത്തിന്റെ ചിത്രങ്ങൾ ഇത്രയും ആവേശകരമായി എന്ന് പറഞ്ഞാൽ അവരുടെ ചെറുത്തുനിൽപ്പിന്റെ, അതേപോലെ തന്നെ ഫലസ്തീൻ അതിജീവനത്തിന്റെ എല്ലാ കഥകളും പറയുന്നു. അതോടൊപ്പം തന്നെ എല്ലാ ഹോസ്പിറ്റലുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു ജാഫറാവി കൂടുതലായും ഉണ്ടായിരുന്നത്. ആദ്യം വടക്കൻ ഗസയിൽ, പിന്നീട് തെക്കൻ ഗസയിലെല്ലാം. അവിടേക്ക് വരുന്ന ഓരോ ആക്രമണങ്ങൾ നടക്കുമ്പോൾ, ഇസ്രായേലിന്റെ ഓരോ ആക്രമണങ്ങൾ നടക്കുമ്പോഴും അവിടേക്ക് എത്തുന്ന നിരവധി ആംബുലൻസുകൾ, അതിന്റെ ദൃശ്യങ്ങൾ, അതേപോലെ തന്നെ അവരിൽ നിന്ന് കൊല്ലപ്പെടുന്ന ആളുകൾ, ഇതിന്റെ എല്ലാ കൃത്യമായ തെളിവുകൾ പുറത്തുവിട്ടിരുന്ന പ്രവർത്തകനായിരുന്നു ജാഫറാവി. പക്ഷേ പല ഘട്ടങ്ങളിൽ നമ്മൾ വിചാരിച്ചു ജാഫറാവി കൊല്ലപ്പെടും, ഇസ്രായേൽ ആക്രമണത്തിൽ തന്നെ കൊല്ലപ്പെടും എന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. പക്ഷേ ഈ വെടിനിർത്തൽ ഉണ്ടായ ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ അതിന്റെ ആഹ്ലാദകരമായ ദൃശ്യങ്ങൾ പുറത്തുവിട്ട് ലോകത്താകെ വൈറലായ വ്യക്തി കൂടിയായിരുന്നു ജാഫറാവി. അവിടെയുള്ള എല്ലാ മൂവ്മെന്റിന്റെയും തലപ്പത്ത് ജാഫറാവി ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ജാഫറാവി കൊല്ലപ്പെട്ടു എന്നുള്ളത് സങ്കടകരമായ ഒരു കാര്യം തന്നെയാണ്. അതിനേക്കാൾ കൂടുതൽ ഇപ്പോൾ അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഗസയിലുടനീളം ഇസ്രായേൽ ഷിൻബറ്റും അതേപോലെ തന്നെ മൊസാദും ചെലവും കൊടുത്ത് വളർത്തിയെടുത്ത ചില ഗൂഢസംഘങ്ങളുടെ ഒരു പുറത്തു വരുന്നു എന്നുള്ളതിനെ കുറിച്ചാണ്. ഈ 2 വർഷത്തിനിടയിൽ അവരെ കൂടുതലായും പുറത്തെടുക്കാൻ ഇസ്രായേൽ വിചാരിച്ചിരുന്നില്ല. പക്ഷേ ഇപ്പോൾ പലതരത്തിലുള്ള സംഘങ്ങൾ പല പേരുകളിലായി ഗസയിൽ ഉടനീളമുണ്ട് എന്നുള്ളത് അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അത്തരം ഗ്യാങ്ങുകളാണ് ജാഫറാവിയെ കൊലപ്പെടുത്തിയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവർ ഗസ സിറ്റിയിലുണ്ട്. ഗസ സിറ്റിയിൽ കഴിഞ്ഞ ദിവസം ഹമാസിന്റെ ചില പ്രവർത്തകരെ ഇവർ കൊലപ്പെടുത്തിയിരുന്നു. റഫായിലുണ്ട്. ഇങ്ങനെ പല ഭാഗങ്ങളിലായും ഇവരെ നിയോഗിച്ചിരിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ പറയപ്പെടുന്നത് ഇസ്രായേൽ സേനയ്ക്ക് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അവിടെ നിന്ന് പിന്മാറേണ്ടി വരുമ്പോൾ പിന്നീട് ഹമാസിനെ നിരായുധീകരിക്കപ്പെടുക എന്ന ലക്ഷ്യം ട്രംപും നെതന്യാഹുവും എഴുതി വെച്ചിട്ടുണ്ട്. അതിന് അവർ ഉപയോഗപ്പെടുത്താൻ പോകുന്ന ചില സംഘങ്ങളാണ് ഇവർ എന്നുള്ള അർത്ഥത്തിൽ തന്നെ അത് പുറത്തു വരുന്നുണ്ട്. ഒരുപക്ഷെ ഗസയ്ക്ക് ഇനി അഭിമുഖീകരിക്കാൻ പോകുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ആഭ്യന്തരമായി തന്നെ അവർ ആരാണ് എന്ന് പോലും തിരിച്ചറിയാൻ ഒരു പക്ഷേ സമയങ്ങൾ എടുത്തേക്കും. അത്തരം ഗ്യാങ്ങുകളുടെ പ്രവർത്തനങ്ങളായിരിക്കും. അതിന്റെ ഒരു ആദ്യത്തെ എല്ലാ കഴിഞ്ഞ ദിവസങ്ങളിൽ പല ആളുകളും കൊല്ലപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അതിൽ പ്രമുഖനായ ഒരു മുഖം എന്ന് തന്നെ നമുക്ക് ജാഫറാവിയെ വിശേഷിപ്പിക്കേണ്ടി വരും.